ഹലോ ഫ്രണ്ട്സ്, കോട്ടയം ടു കണ്ണൂർ കപ്പിൾസിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് ഇടുന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനും നമ്മുടെ വീടൊക്കെ പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. അതിന് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമെന്നും. അപ്പം ഞാൻ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പം എൻ്റെ ഇളയ കുട്ടി ബക്കറ്റും കപ്പും ഒക്കെ വാങ്ങിച്ചിട്ട് മറ്റേ നമ്മുടെ തക്കാളിക്കും വെണ്ടയ്ക്കായ്ക്കും ഒക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്തയാൾ സ്കൂളിൽ നിന്ന് വന്നു. ഇത് 4 മണി സമയമാണ് കേട്ടോ കൂട്ടുകാരെ. കുറേ ഉണ്ട്, കുറച്ച് പറിച്ചു. ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. തക്കാളി എടുത്ത അടുത്തത് വെണ്ടക്ക. ചീരയും കാര്യങ്ങളും ഉള്ളതാണ്. അങ്ങോട്ട് പോയി പോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അവിടെ നേരെ കുറച്ചവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കോഴിക്കോടാണ്. 10 കോഴിയാണുള്ളത്. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് 10 കോഴീനെ. ഇതാണ് നമ്മുടെ വീട് ഗൈസ്. ഇതെൻ്റെ ചെറിയ പൂന്തോട്ടമാണ്. നമുക്കിവിടെ കൂടുതലായിട്ടും കവുങ്ങും തെങ്ങും ഒക്കെയാണ് കൃഷി കേട്ടോ. കണ്ണൂരാണ് സ്ഥലം. കണ്ണൂർ ചെറുപുഴയ്ക്കടുത്ത് പ്രാപ്പോയിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ചെറിയൊരു ഗ്രാമമാണ്. മത്തി മുറിക്കണം. ഇനി മത്തി നമ്മൾ ഇന്നലെ ഏട്ടൻ മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചട്ടിക്കകത്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി മീൻ മുറിക്കണം. പെണ്ണുങ്ങൾക്ക് എത്ര പണിയെടുത്താലും പണി തീരുകയില്ല അല്ലേ? എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ 4 മണി ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ചായക്ക് കടി കേക്കും ബിസ്ക്കറ്റും ഒക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ പുറത്തെ കുറച്ച് പുറമണികൾ കുറച്ചുണ്ട്. പച്ചക്കറിക്ക് ലേശം വെള്ളം ഒഴിച്ചോളൂ. ഇനിയിപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ വെള്ളം ഒഴിക്കണം. പിന്നെ പെണ്ണുങ്ങളുടെ പണി എത്ര എടുത്താലും വീട്ടു ജോലികൾ തീരുവയില്ല അല്ലേ? പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ വീട്ടിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ എപ്പോഴും പണി തന്നെയായിരിക്കും. പണിയുള്ളവർക്കാണെങ്കിൽ, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ പണിയെടുത്തിട്ട് അങ്ങ് പോയാൽ കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ച് ഇനി ജോലിക്കൊക്കെ പോക്ക് ഉടനെ ഒന്നും ആവുമല്ല. ചെറിയ കുട്ടികളായതുകൊണ്ട് ഇനിയിപ്പം ഇളയ മോനും അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങിയാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വഴിയെ നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.